തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വ്യക്തി ജീവിതം അവൻ തന്നെ എതിരാകുന്നത് അവൻ്റെ പാപ അവസ്ഥയിലാണ്. 1 യോഹന്നാൻ 1:9 പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. അപ്പോൾ നമ്മൾക്ക് ഒരു ഫൊർഗീവൻ ദൈവമുണ്ട്, നമ്മളെ ക്ലെൻസ് ചെയ്യുന്ന ദൈവമുണ്ട്, നമ്മളെ റിഫൈൻ ചെയ്യുന്ന ദൈവമുണ്ട്, നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട്, നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്ന ദൈവമുണ്ട്. നമ്മളൊരു ചൈൽഡ് ഓഫ് ഗോഡാണ്, മോസ്റ്റ് ഹൈയുടെ ചൈൽഡ് ഓഫ് ഒരു പുത്രനാണ്, പുത്രിയാണെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടാകുമ്പോൾ, നമ്മളിലുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ആ പരിശുദ്ധിയാണ്, നമ്മളുടെ വിശുദ്ധിയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ആ വിശുദ്ധിയിൽ ആര് നമുക്കെതിരായാലും പ്രശ്നമില്ല, സമൂഹം മുഴുവൻ എതിരായാലും നീ ഒരു വിശുദ്ധനാണെങ്കിൽ നിന്നെ ഒന്നും ചെയ്യാനൊക്കെയില്ല. നിനക്ക് ഒരു അശുദ്ധിയും സംഭവിക്കുകയില്ലെന്നല്ല, ആർക്കും നിന്നെ ഒന്നും ചെയ്യാനൊക്കെയില്ല. അത് നിന്റെ വിശുദ്ധിയുടെ അളവ് വർദ്ധിച്ചിരിക്കണം. നീ പാപം ചെയ്ത് പാപത്തിലാണെങ്കിൽ, പാപചിന്തയിലാണെങ്കിൽ, പാപത്തിന്റെ ഓർമ്മകളിലാണെങ്കിൽ നീ നിന്നെ തന്നെയല്ല, നീ തന്നെ തകർന്നു പോകും. നിനക്കെതിരുകൾ എവിടുന്നാണെന്നറിയത്തില്ല, ശക്തമായി നിന്നെ എതിർക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നിനക്കുള്ള എതിര് നീ തന്നെയാണ്. കർത്താവ് ദൈവം എല്ലാവരുടെയും പാപം ക്ഷമിക്കുവാൻ, പാപം ക്ഷമിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ പാപം ചെയ്യാൻ ആഗ്രഹിക്കാതെ, അതുകൊണ്ടാണല്ലോ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. അപ്പോൾ നമ്മുടെ പാപം ക്ഷമിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ പാപം ചെയ്യരുത്. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങളിൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ മുഴുവനായി അതിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ, ഞങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര്, പ്രധാനമന്ത്രിമാര്, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര്, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകത്തിൻ്റെ പാപക്കെണിയിൽ അകപ്പെട്ട് ജീവിതം തകർന്നടിച്ചു കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, എപ്പേർപ്പെട്ടവർക്ക് ജീവിതത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാനുള്ള വഴിയായി കർത്താവിൻ്റെ വചനം, ശുദ്ധീകരിക്കുന്ന സത്യവചനത്തെ ഉൾക്കൊള്ളുവാൻ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നു എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിദ്യാർത്ഥികൾ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, വിവിധ തരത്തിൽ പാപത്തിന്റെ കുരുക്കിൽ കടന്ന് പൊളയുന്നവർ, പിണയുന്നവർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മക്കൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിച്ച് ആശ്വദിക്കും. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. ഈ വചനങ്ങളാൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കുന്നു. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.